ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹെമറ്റോളജീനകത്ത് വരുന്നുള്ള ESR എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എരിത്രോസൈറ്റ് റെഡ് സെഡിമെൻറ്റേഷൻ റേറ്റ്. ESR അഥവാ എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബ്ലഡിനകത്ത് ഉള്ള RBCs എത്ര സമയമെടുത്തിട്ടാണ് സെറ്റിലാവുന്നുള്ളത്. നമ്മുടെ പ്ലാസ്മയും RBCയും ഒക്കെ ഒരുമിച്ചല്ലേ ഉള്ളത്. അപ്പോൾ ആ പ്ലാസ്മയിൽ നിന്ന് ഈ RBCs സെറ്റിലാവാൻ എടുക്കുന്നുള്ള ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നുള്ളത്, എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത് നമ്മൾ ഈ പറയുന്ന ESR എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ മെഷർമെൻ്റ് ആണ് എന്തിൻ്റെ, RBCs. നമുക്കറിയാം, ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ മൊത്തം ബ്ലഡ് എടുത്തു. ഈ ബ്ലഡിൽ നിന്ന് ആൻറ്റി കൊയാഗുലേറ്റഡ് ബ്ലഡ് ആണ് കേട്ടോ. ആൻറ്റി കൊയാഗുലേറ്റഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാസ്മയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബ്ലഡിൽ നിന്ന് നമ്മുടെ സെൽസ് താഴെ വന്ന് നിൽക്കണം, സെഡിമെൻ്റ് ചെയ്ത് നിൽക്കണം RBCs. എന്നിട്ട് പ്ലാസ്മ മേലെ വരണം. അതിന് വേണ്ടിയിട്ടുള്ള ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നോൺ സ്പെസിഫിക് ടെസ്റ്റ് ഫോർ ഇൻഫ്ലമേഷനൊക്കെ ഒരു നോൺ സ്പെസിഫിക് ടെസ്റ്റായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ml/h ആണ്. ml/h, അതായത് ഒരു മണിക്കൂറിൽ എത്ര, ഒരു ട്യൂബിന് ഇപ്പോൾ നമ്മൾ നമ്മുടെ PCV പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പാക്ക്ഡ് സെൽ വോളിയം. അതിനകത്ത് എന്താ പഠിച്ചേ, ഈ സെല്ലിൻ്റെ വോളിയം അല്ലേ, പ്ലാസ്മയിൽ നിന്ന് നമ്മുടെ സെൽസ് വന്ന് അടിഞ്ഞു നിന്നു. അപ്പോൾ അതിൻ്റെ ആ വോളിയം എത്രത്തോളം നമ്മുടെ സെൽസ് ഉണ്ട്, അതിൻ്റെ വോളിയം ആയിരുന്നില്ലേ നമ്മൾ മെഷർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. ഇത്ര നമ്മുടെ സെൽസ് വന്ന് അടിഞ്ഞു നിന്നു, അപ്പോൾ എത്ര മില്ലിമീറ്റർ സെൽസ് വന്നിട്ട് നിന്നിട്ടുണ്ട്, അത് എത്ര ടൈമിനുള്ളിൽ, എത്ര മണിക്കൂറിനുള്ളിൽ. കൺസിസ്റ്റിംഗ് ഓഫ് അലോവിങ് എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ബ്ലഡ് ടു സിറ്റ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ ഫോർ എ പീരീഡ് ഓഫ് ടൈം. The distance in millimeters that the red cells fall during the time period is the erythrocyte sedimentation rate and is reported in millimeter at 1 hour. അതായത് millimeter at 1 hour, ഒരു അവറിൽ, മണിക്കൂർ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് ട്യൂബിനകത്ത് എത്രത്തോളം എത്ര മില്ലിമീറ്റർ നമ്മുടെ സെൽസ് വന്നിട്ട് സെഡിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ESR എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ESR എന്ന്? അതായത് നമ്മൾ സിമ്പിളാണ്, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുക്കുന്നു. ആ ബ്ലഡിൽ നിന്ന് നമ്മുടെ RBCs വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് താഴെ നിൽക്കണം. അപ്പോൾ അത് ഒരു മണിക്കൂറിനുള്ളിൽ എത്ര മില്ലിമീറ്റർ വന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ യൂണിറ്റ് ml/h ആയത്. mg/dL എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതേപോലെ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, ml/h. അതായത് 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 5 ml/h. ഒരു മണിക്കൂറിനകത്ത് 5 മില്ലിമീറ്റർ വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ESRനെ പറയാൻ പറ്റും. ഇതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. 3 സ്റ്റേജസ് ആണ് ഉള്ളത്. അതിനകത്ത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോളക്സ് ഫോർമേഷൻ എന്ന് പറയും. അത് 10 minutes ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിനകത്ത് ബ്ലഡ് കുറേ നേരം ഇങ്ങനെ നമ്മൾ അനക്കാണ്ട് കുറേ നേരം വെക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഫസ്റ്റ് 10 minutes എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ് സെൽസ് എല്ലാം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് സെൽസ് ഉണ്ടാവും നമ്മുടെ ടെസ്റ്റ് ട്യൂബിനകത്ത്. അവിടെ ഇവിടെ ആയിട്ട് ഇവരെല്ലാം വന്നിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പെയർ പോലെ, ഒരു കോയിൻസിൻ്റെ പെയർ പോലെ നിൽക്കും. റെഡ് സെൽസ് സ്റ്റാക്ക് ടുഗദർ ലൈക്ക് പെയർ ഓഫ് കോയിൻസിൻ്റെ പെയർ പോലെ, അതായത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് നിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റോളക്സ് എന്ന് പറയാം. എന്താ പറയുക, റോളക്സ് എന്ന് പറയാം. അപ്പോൾ റോളക്സ് ഫോർമേഷനാണ് ആദ്യം നടക്കുന്നുള്ളത്. 10 minutesനകത്ത് റോളക്സ് ഫോർമേഷനാണ് നടക്കുന്നുള്ളത്. പിന്നെ സിങ്കിങ് ഓഫ് റോളക്സ്, പിന്നെ റോളക്സ് എല്ലാം വന്ന് സിങ്ക് ചെയ്ത് നിൽക്കും. എന്നിട്ട് സെൽ പാക്കിങ്, എന്നിട്ടെല്ലാം ഒരുമിച്ച്, അതായത് ഇപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഒരുപാട് റോളക്സ് ഫോം ചെയ്തു, എന്നിട്ട് അതെല്ലാം സിങ്ക് ചെയ്തു. എന്നിട്ട് എന്താണ്, സെൽ പാക്കിങ്, അതായത് താഴെ വന്നിട്ട് അവർ ഒരു എന്താ പറയേണ്ട, ഒരു കൃത്യമായ ഒരു പാക്കിൻ്റെ രൂപത്തോടുകൂടി അവർ വന്ന് നിൽക്കും. ഇതാണ് 10, 40, 60, ടോട്ടൽ 60 minutes, അതായത് ഒരു അവറിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. ആദ്യം റോളക്സ് ഫോം ചെയ്യും, ഇതാണ് ഒരു റോളക്സ് എന്ന് പറയുന്നത്. പിന്നെ അത് സിങ്ക് ചെയ്യും, പിന്നെ സെൽ പാക്കിങ്. ഇത്രയാണ് നമ്മുടെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 10 minutesൽ റോളക്സ് ഫോർമേഷനാണ്. പിന്നെ 40 minute എടുത്തിട്ടാണ് സിങ്ക് ചെയ്യുന്നുള്ളത്. പിന്നെ സെൽ പാക്ക് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് 10 minutesലാണ്. അപ്പോൾ ഒരു മണിക്കൂറിനകത്ത് നമുക്ക് ESR നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഈ ESR എന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നു. എരിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം RBCs നമ്മുടെ ബ്ലഡിനകത്ത് ഉണ്ട് നമുക്ക് പറയാം.
എറിത്രോസൈറ്റ്സ് ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പ്ലാസ്മ കോമ്പോസിഷൻ, പിന്നെ ടെക്നിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഓരോന്നായിട്ട് വരികയാണെങ്കിൽ എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ RBCs അല്ലേ, നമുക്ക് എന്തിൻ്റെ അളവാണ് വേണ്ടത്? നമ്മുടെ RBCസിൻ്റെ അല്ലെ എറിത്രോസൈറ്റ്സ് അത് സെഡിമെൻ്റ് ചെയ്യുന്നുള്ള ആ റേറ്റിൻ്റെ ടൈമാണ് നമുക്ക് വേണ്ടത്. സോ മാക്രോസൈറ്റ്സ് മൈക്രോസൈറ്റ്സിനേക്കാളും പെട്ടെന്ന് വന്നിട്ട് സെഡിമെൻ്റ് ചെയ്യും. നമുക്കറിയില്ല, വലിയ സെൽസ് മാക്രോ എന്ന് പറയുമ്പോൾ വലിയ സെൽസാണ് അല്ലേ. വലിയ സെൽസിനൊക്കെ എന്താണ് കുറച്ച് ഡെൻസിറ്റി കൂടുതലായിരിക്കും, കുറച്ച് മാസ് കൂടുതലായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് എന്താണ് സെഡിമെൻ്റ് ചെയ്യും. ബാക്കിയുള്ളത് എന്താണ് കുറച്ച് സ്ലോ ആയിട്ട് മാത്രമേ സെഡിമെൻ്റ് ചെയ്യുള്ളൂ. സോ ഡിക്രീസ്ഡ് റെഡ് സെൽ മാസ് ഇൻ അനീമിയ ഇൻക്രീസസ് ESR. അതായത് റെഡ് സെൽ മാസ് ഡിക്രീസ്ഡ് ആണെങ്കിൽ അനീമിയൻ്റെ കേസിലൊക്കെ റെഡ് സെല്ലിൻ്റെ മാസ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ആയിരിക്കും. അവിടെ ഹീമോഗ്ലോബിനൊക്കെ കുറവാണ്. അപ്പോൾ റെഡ് സെല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അപ്പോൾ ESR അതായത് പെട്ടെന്ന് വന്നിട്ട് അവർ സെഡിമെൻ്റ് ചെയ്യും. അപ്പോൾ ESR പെട്ടെന്ന് തന്നെ നടക്കും. പെട്ടെന്ന് തന്നെ എല്ലാ സെൽസും വന്നിട്ട് സെഡിമെൻ്റ് ചെയ്യും. ESRൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാനുണ്ട്, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. അതായത് എത്ര ടൈമിലാണ് അത് നോർമൽ വാല്യൂ ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ഡിക്രീസ്ഡ് റെഡ് സെൽ മാസ് കുറവാണെങ്കിൽ, അതായത് അനീമിയ പോലുള്ള ഡിസീസിനകത്ത് നമ്മുടെ റെഡ് സെൽ മാസ് കുറവായിരിക്കും, കാരണം അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ കുറവാണ്. അപ്പോൾ അത് പെട്ടെന്ന് വന്നിട്ട് സെഡിമെൻ്റ് ചെയ്യും. അപ്പോൾ ESR എന്താവും? ഡിക്രീസ്ഡ് ആവും അല്ലേ. സാധാരണ 1 hour ഒക്കെ വേണ്ടത്, ഇത് പെട്ടെന്ന് 40 minutes തന്നെ കാര്യങ്ങൾ നടക്കും. പിന്നെ ഇൻക്രീസ്ഡ് സെൽ മാസ് ഉണ്ടാവാറുണ്ട്. അതായത് പോളിസിത്തീമിയ പോലുള്ള കേസിൽ എന്താണ് RBCസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ് ഓരോ സെൽസും വന്നിട്ട് സെഡിമെൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അവിടെ ESR കൂടാൻ സാധ്യതയുണ്ട്. ഇൻക്രീസ്ഡ് ESR അതായത് സാധാരണ 1 hourൽ സെഡിമെൻ്റ് ആവേണ്ടത് 2 hour ഒക്കെ എടുത്തിട്ടായിരിക്കും സെഡിമെൻ്റ് ആവുക. അപ്പോൾ എറിത്രോസൈറ്റ്സ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. വലിയ സെൽസ് ആണെങ്കിൽ പെട്ടെന്ന് സെഡിമെൻ്റ് ചെയ്യും. പിന്നെ ഇൻക്രീസ്ഡ് ESR എപ്പോഴാവുന്നത്? അതായത് ESR പെട്ടെന്ന് നമ്മുടെ സെൽസ് വന്നിട്ട് എപ്പോഴാണ് സെഡിമെൻ്റ് ചെയ്യുന്നുള്ളത്? അനീമിയൻ്റെ കേസിൽ, കാരണം അവിടെ റെഡ് സെല്ലിൻ്റെ മാസ് എന്ന് പറയുന്നത് കുറവാണ്. പോളിസിത്തീമിയൻ്റെ കേസിൽ റെഡ് സെൽ മാസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു കേസാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. പിന്നെ അതുപോലെ തന്നെ സ്പെറോസൈറ്റ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റേജിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോളക്സ് ഫോമേഷൻ നടക്കൂല. റോളക്സ് എന്ന് വെച്ചാൽ ഇതാണ് ഈ ഫോമേഷൻ അല്ലേ. ഇത് നടക്കൂല. ഇങ്ങനെ പെട്ടെന്ന് റോളക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ് സെല്ലിൻ്റെ മാസ് കൂടിയില്ലേ, ഇങ്ങനെ ഫോം ചെയ്ത റോളക്സ് പെട്ടെന്ന് വന്നിട്ട് സെഡിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ റോളക്സ് ഫോമേഷൻ നടക്കുന്നില്ല ഏതിൻ്റെ കേസിൽ? സിക്കിൾ സെൽ അനീമിയൻ്റെ ഒക്കെ കേസിൽ. അപ്പോൾ അവിടെ എന്താണ് ESR എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ റോളക്സ് ഫോമേഷന് ഫസ്റ്റ് 10 minutes ഒക്കെ റോളക്സ് ഫോമേഷന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ റോളക്സ് ഒന്നും ഫോം ചെയ്യാണ്ട് വരികയാണെങ്കിൽ ESRൽ ആ സെൽസൊക്കെ സിംഗിളായിട്ട് വന്നിട്ട് പെട്ടെന്ന് സെഡിമെൻ്റ് ചെയ്യും. അപ്പോൾ ESR എന്ന് പറയുന്നത് അവിടെ സ്ലോ ആയിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ആണ് പ്ലാസ്മേൻ്റെ കോമ്പോസിഷൻ. നമ്മളെന്താ പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിനകത്ത് സെൽസ് വന്ന് താഴെ നിൽക്കും, പ്ലാസ്മ മേലെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. 3 part പ്ലാസ്മ ആയിരിക്കും. 55% പ്ലാസ്മയാണ്, 45%ലാണ് നമ്മുടെ സെൽസ് വന്നുള്ളത്. നോർമൽ ബ്ലഡിൽ RBCs എന്താണ് മോർ ഓർ ലെസ് സെപ്പറേറ്റഡ്. In normal blood, the RBCs remain more or less separated. They are negatively charged and therefore repel each other. എന്താണ് നോർമൽ ബ്ലഡിൽ, നമ്മുടെ സാധാരണയുള്ള ബ്ലഡിൽ RBCs എന്ന് പറഞ്ഞാൽ ഒരു RBC മറ്റൊരു RBC തമ്മിൽ എന്താണ് റിപ്പൽഷനാണ്. ദേ ഹാവ് നെഗറ്റീവ്ലി ചാർജ്. നമ്മുടെ സെൽസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജാണ്. ഈ സെൽസിൻ്റെ സർഫസിനകത്ത് എന്തുണ്ട്? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് ഒരു റിപ്പൽഷനാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ എന്ത് നടക്കൂല? റോളക്സ് ഫോമേഷൻ സാധാരണ ഗതിയിൽ നടക്കൂല. പിന്നെ നമ്മുടെ ബ്ലഡിൻ്റെ സർഫസിൽ പ്ലാസ്മ പ്രോട്ടീനകത്ത് എന്തുണ്ട്? ഫൈബ്രിനോജൻ ഉണ്ട്. ഈ ഫൈബ്രിനോജനാണ് നമ്മുടെ RBCsക്കകത്തുള്ള നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് റോളക്സ് ഫോമേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്താണ് സാധാരണഗതിയിൽ RBCസിൻ്റെ സർഫസിനകത്ത് ഒരു നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പോൾ 2 RBCs തമ്മിൽ വന്നിട്ട് റോളക്സ് ഫോം ചെയ്യില്ല. അവർ തമ്മിലൊരു അട്രാക്ഷൻ ഇല്ല, അവർ തമ്മിലൊരു റിപ്പൽഷനാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. അതിനകത്ത് ഈ ഫൈബ്രിനോജൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ RBCസിൻ്റെ സർഫസിലുള്ള നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യും. റിഡക്ഷൻ ഇൻ ദ നെഗറ്റീവ് ചാർജ് ഓഫ് ദ RBCs ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ ഫോമേഷൻ ഓഫ് റോളക്സ്. നമ്മുടെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്തിട്ട് റോളക്സ് ഫോമേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ആരാണ്? ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ റിമൂവൽ ഓഫ് ഫൈബ്രിനോജൻ ബൈ ഡീഫൈബ്രിനേഷൻ പറയുന്ന മെത്തേഡിലൂടെ നമുക്ക് ഫൈബ്രിനോജനെ റിമൂവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്ലാസ്മയിൽ നിന്ന്, അതായത് നമ്മുടെ ബ്ലഡിൽ നിന്ന്. അപ്പം എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന റോളക്സ് ഫോമേഷൻ ഉണ്ടാവില്ല. ഓക്കെ. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻ ദ ആൽബുമിൻ, റിട്ടാർഡ് ESR. അപ്പോൾ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ നടക്കില്ല. പകരം എന്താണ്?
ഫൈബ്രിനോജൻ കുറയുമ്പോൾ ആൽബുമിൻ്റെ ഇൻക്രീസാണ് അവിടെ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ പ്ലാസ്മേൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് എന്താണ് നെഗറ്റീവ്ലി ചാർജ് ആണ് RBC. അതിനെ ആ നെഗറ്റീവ് ചാർജിനെ കുറക്കുന്നുള്ളത് ആരാണ്? ഈ ഫൈബ്രിനോജനാണ്. ഓർത്തേക്കുക, മെയിനായിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് അറിയാലോ, ആൽബുമിനും അതുപോലെ തന്നെ ഗ്ലോബുലിനും ഫൈബ്രിനോജനും. അതിനകത്ത് ഫൈബ്രിനോജനാണ് ഈ പറഞ്ഞിരിക്കുന്ന റോളക്സ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. പിന്നെ ഏതാണ് മെക്കാനിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ESR ട്യൂബ് ബി എക്സാക്ട്ലി പെർപെൻഡിക്കുലർ. നമ്മൾ സെൽസ് ഇങ്ങനെയാണ് വെക്കേണ്ടത്, പെർപെൻഡിക്കുലറായിട്ട് വെക്കേണ്ടത്. ഒരു ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്താൽ പോലും അവിടെ എറേഴ്സ് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടിൽറ്റ് ഓഫ് 30 ഡിഗ്രി, അതായത് നമ്മൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് പെർപെൻഡിക്കുലർ വെക്കുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് സ്ലാൻഡഡ് പൊസിഷനിലാണ് വെക്കുന്നതെങ്കിൽ അവിടെ എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വൈബ്രേഷനോ അതുപോലെ തന്നെ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും പാടില്ല. നമ്മളതിങ്ങനെ അനക്കാണ്ട്, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് അവിടെ ഒരനക്കവും ഇല്ലാണ്ട്, വിത്തൗട്ട് എനി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഇല്ല, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവേണ്ടത്. വേറെ എന്തെങ്കിലും മൂവ്മെൻറ്റോ വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റിൽ വ്യത്യാസം വരും. പിന്നെ സെഡിമെൻറ്റേഷൻ റേറ്റ് ഇൻക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സെഡിമെൻറ്റേഷൻ റേറ്റും കൂടും. ESR tubes with a narrower than standard bore will generally yield low sedimentation rates. അതായത് നേർത്തിട്ടുള്ള ഇങ്ങനത്തെ ട്യൂബ്സ് ആണെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും നമ്മുടെ ഓരോ RBCസും വന്നിട്ട് സെറ്റിൽ ചെയ്യുക. നമ്മൾ കുറച്ച് വൈഡനായിട്ടുള്ള ട്യൂബാണ് എടുക്കുന്നുള്ളതെങ്കിൽ, സ്റ്റാൻഡേർഡിനേക്കാളും നാരോവർ ആയിട്ടുള്ളതെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. സ്റ്റാൻഡേർഡ് ട്യൂബ്സ് ആണെങ്കിൽ നമ്മുടെ RBCസിന് വന്നിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നുള്ളത്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നുള്ളത്. ഇത് കൂടാണ്ട് നമ്മുടെ ഏജ്, അതുപോലെ തന്നെ ഇനി പ്രഗ്നൻസിൻ്റെ കേസിലാണെങ്കിൽ പിന്നെ ആൻറ്റി കൊയാഗുലൻസ് ആഡ് ചെയ്യുന്ന വെച്ചിട്ട് സൺലൈറ്റ്, ഇതൊക്കെ നമ്മുടെ ESRനെ ബാധിക്കും. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ESR നമ്മൾ പറഞ്ഞു, അനീമിയൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ESR കുറവായിരിക്കും അല്ലേ. കാരണം എന്ന് വെച്ചാൽ അതിന് വെയിറ്റ് ഇല്ല RBCസിന്, അപ്പോൾ അത് പെട്ടെന്ന് വന്നിട്ട് സെഡിമെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഓരോ കണ്ടീഷനിൽ ESR ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചില ഡിസീസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ അവിടുന്ന് ESR ചെക്ക് ചെയ്യാൻ പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ESRൻ്റെ ആ ഒരു വാല്യൂ വെച്ചിട്ട് ഒരുപാട് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, ഡയഗ്നോസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ഏതാണ്? ഇൻഫ്ലമേഷൻ്റെ കേസിൽ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജിൻ്റെ കേസിൽ നോൺ സ്പെസിഫിക് ആണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൈമർലി റിഫ്ലെക്ട്സ് ചേഞ്ചസ് ഇൻ ദ പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീൻസിലുണ്ടാകുന്ന ചേഞ്ചസ് ആര് കാണിക്കും? ESR കാണിക്കും. അതായത് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇൻഫെക്ഷൻസ് വഴി ഉണ്ടാകുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചേഞ്ചസ്, ട്യൂമേഴ്സ് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഡിസീസസിലുണ്ടാകുന്ന നമ്മുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ചേഞ്ചസ് ഒക്കെ ആര് കാണിക്കും? നമ്മുടെ ESR കാണിക്കും. ഇറ്റ് മേ ബി യൂസ് ടു ഫോളോ ദ പ്രോഗ്രസ് ഓഫ് സർട്ടൈൻ ഡിസീസസ്. അതായത് ട്യൂബർകുലോസിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതൊക്കെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ESR യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിൻ്റെ പ്രോഗ്രസ് ഉണ്ടല്ലോ, അതായത് ഭേദപ്പെട്ട് വരുന്നുണ്ടോ അതോ കണ്ടീഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണോ, ആ ഒരു പ്രോഗ്രസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? ESR യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടെമ്പറൽ ആർട്ടറൈറ്റിസും പോളിമയൽഗിയ റുമറ്റൈക്ക, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയഗ്നോസിസിന് വേണ്ടിയിട്ടും നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? ESR യൂസ് ചെയ്യാറുണ്ട്. ഇനി ഈ ESR എലവേറ്റഡ് കാണിക്കാറുണ്ട്, അതുപോലെ തന്നെ ഡിക്രീസ്ഡ് കണ്ടീഷനും കാണിക്കാറുണ്ട്. ഡിക്രീസ്ഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽസിൻ്റെ മാസ് കൂടുകയാണ്. ഇപ്പോൾ പോളിസിത്തേമിയ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഹൈപ്പോഫൈബ്രിനോജനീമിയ, അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽ അബ്നോമാലിറ്റീസ് എന്ന് പറയുമ്പോൾ സെൽസിൻ്റെ മാസ് കൂടുതലാവുകയാണ്. ആ കൂടുതലാവുമ്പോൾ ESR കുറയും അല്ലേ, ESR കുറയും. അപ്പോൾ ഡിക്രീസ്ഡ് ESR ഏതിൻ്റെ കേസിലാണ്? ഇത്രയും എണ്ണത്തിൻ്റെ കേസിലാണ് ഡിക്രീസ്ഡ് ESR. ഇനി സെൽ മാസ് കുറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പോളിസിത്തേമിയൻ്റെ കേസിൽ സെൽ മാസ് കൂടുകയാണ് ചെയ്തത്. ഇനി സെൽ മാസ് കുറയുമ്പോൾ എന്താണ്? ഈ ESR കൂടും അല്ലേ, ESR കൂടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അത് ഏതൊക്കെ കണ്ടീഷനിലാണ്? പ്രഗ്നൻസി, അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇൻഫെക്ഷൻസ്, റുമാറ്റിക് ഫീവർ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഈ കണ്ടീഷൻസിലൊക്കെ എന്താണ്? ESR എലവേറ്റ് ചെയ്യും, ESRൻ്റെ വാല്യൂ എലവേറ്റ് ചെയ്യും. ഇവിടെ ESR ഡിക്രീസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ സെൽ മാസ് കൂടുതലാണ്. അപ്പോൾ അതിന് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ESR സെഡിമെൻ്റ് ചെയ്യുന്നുള്ളത്, നമ്മുടെ ഓരോ എരിത്രോസൈറ്റും സെഡിമെൻ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ESRൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കുറയും. ഓക്കെ അല്ലേ? അതാണ് ഇതിൻ്റെ വാല്യൂ കൂടുന്നതും കുറയുന്നതും. ഇനി അഡൾട്ട്സ് ഓവർ 60 years ഓഫ് ഏജ്
ഫ്രീക്വൻ്റ്ലി ഹാവ് എ സ്ലൈറ്റ്ലി ഹയർ ESR വാല്യൂ. 60 ഇയേഴ്സ് ഓഫ് ഏജ് കഴിഞ്ഞ് വരുമ്പോൾ, അതായത് അത് കഴിഞ്ഞ ആൾക്കാരിൽ ഹയർ ESR വാല്യൂ ആയിരിക്കും കാണിക്കുക. അതായത് നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ESR വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലാസ്മ ആൽബുമിൻ, നമ്മുടെ ബ്ലഡിനകത്തുള്ള പ്ലാസ്മ ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ESR വാല്യൂ അവിടെ ഹൈ ആവുന്നത്. സോ ഏജിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ESR വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവും. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സിലബസിനകത്ത് വിൻട്രോപ്സ് മെത്തേഡാണ് പഠിക്കാനുള്ളത്. വെസ്റ്റഗ്രൻ മെത്തേഡാണ് നമ്മൾ PCVൻ്റെ കേസിൽ പഠിച്ചത്. അതേ സെയിം സാധനം നമുക്ക് എന്തിനും കൂടെ യൂസ് ചെയ്യാം, ESRനും കൂടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വിൻട്രോപ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് PCV കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നതാണ്. രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ മാനുവലി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് വിൻട്രോപ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 110 മില്ലിമീറ്റർ ഉള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. 110 മില്ലിമീറ്റർ ആയിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള നാരോ ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. തിക്ക് വാൾഡ് ആണ് ട്യൂബ് വിത്ത് 3 മില്ലിമീറ്റർ ഇൻറ്റേർണൽ പോർ. പിന്നെ ഇതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 to 10 വരെ ആയിരിക്കും അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. 0 to 10 വരെയാണത് മാർക്ക്, 10 സെൻറ്റിമീറ്റർ വരെയാണ്. വിത്ത് ഗ്രാജുവേഷൻ ബോത്ത് ഇൻ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലും ഉണ്ടാവും, ഡിസെൻഡിങ് ഓർഡറിലും ഉണ്ടാവും. ഓൺ 2 sides ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഈ സൈഡിലും മാർക്കിങ്സ് ഉണ്ടാവും, ഈ സൈഡിലും നമുക്ക് മാർക്കിങ്സ് ഉണ്ടാവും. ദ സ്കെയിൽ വിത്ത് ദ മാർക്കിങ്സ് ഫ്രം 0 to 10 ഫ്രം എബവ് ഡൗൺവേർഡ്സ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 10 is used for ESR determination, and from below to upward, താഴേന്ന് മേലോട്ടുള്ളത് നമ്മൾ PCV ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 0 to 10 ഇതാണ് കേട്ടോ. 0 to 10 മേലേന്ന് താഴോട്ട്, എബവ് ഡൗൺവേർഡ്സ്. PCVൻ്റെ കേസിൽ നമ്മൾ ബിലോ അപ്വേർഡ് ആണ്. PCVൻ്റെയും ESRൻ്റെയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇവിടെ എബവ് ഡൗൺവേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിൻട്രോപ്പ് ട്യൂബ് സ്റ്റാൻഡ് ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ട്യൂബ് സ്റ്റാൻഡിനകത്താണ് നമ്മൾ ഇത് വെക്കുന്നുള്ളത്, ഈ ട്യൂബ്സ് വെക്കുന്നുള്ളത്. പ്രൊസീജിയർ പറയുകയാണെങ്കിൽ സിമ്പിളാണ്. ആൻറ്റി കൊയാഗുലേറ്റഡ് ബ്ലഡിന് നമ്മൾ കറക്റ്റ് മിക്സ് ചെയ്യണം. ആ ആൻറ്റി കൊയാഗുലൻ്റ് കറക്റ്റ് അതിലേക്ക് മിക്സ് ആവുന്നതിന് വേണ്ടി നമ്മൾ കറക്റ്റ് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, ഫിൽ ദ വിൻഡ്രോപ്പ് ട്യൂബ്. നമ്മുടെ പറഞ്ഞില്ലേ ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ട്യൂബ് ഉണ്ടല്ലോ, അതിന് നമ്മൾ കറക്റ്റ് പാസ്റ്റർ പിപ്പറ്റ് വെച്ചിട്ട് 0 മാർക്ക് വരെ, 0 to 10 ആണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0 മാർക്ക് വരെ നമ്മളിതിനെ ഫില്ല് ചെയ്യണം. ഇത്രയും ഫില്ല് ചെയ്തിട്ട് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ താഴേന്ന് നമ്മൾ നോക്കണം എത്രത്തോളം നമ്മുടെ സെൽസ് സെഡിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ മില്ലിമീറ്ററാണ് നമ്മൾ നോട്ട് ചെയ്യുന്നുള്ളത്. അതിനെയാണ് നമ്മൾ ESR എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വെസ്റ്റഗ്രൻസ് മെത്തേഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ESRൻ്റെ നോർമൽ വാല്യൂ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 0 to 15 മില്ലിമീറ്റർ ആണ് ഏത് മെന്നിൻ്റെ കേസിൽ, അല്ലെങ്കിൽ മെയിൽസിൻ്റെ കേസിൽ മില്ലിമീറ്റർ പെർ അവർ. യൂണിറ്റ് ഏതാണ്, മില്ലിമീറ്റർ പെർ അവർ. ഇനി ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ 0 to 20 മില്ലിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ മെയിൽസിൻ്റെ കേസിൽ 0 to 15 മില്ലിമീറ്റർ പെർ അവർ ആണ്. ഫീമെയിൽസിൻ്റെ കേസിൽ 20 മില്ലിമീറ്റർ, 0 to 20 മില്ലിമീറ്റർ പെർ അവർ ആണ് ഇതിനകത്ത് വരുന്നുള്ളത്, നമ്മുടെ ESR വരുന്നുള്ളത്. പിന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് ESR കൂടും. ഇൻഫൻസിൻ്റെ കേസിലാണെങ്കിൽ ESR ലോ ആയിരിക്കും. വിമൻസിന് കൂടുതലാണ്, അതുപോലെ തന്നെ മെന്നിന് കുറവാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിലും എന്താണ് ESR സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓരോ മന്ത് അനുസരിച്ചിട്ട് അത് സാധാരണ ഇൻക്രീസ് ചെയ്യും. പിന്നെ ടെമ്പറേച്ചറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ESRും കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ സൺലൈറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ ESR കൂടും. എന്താണ്, ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ ESR കൂടും. പിന്നെ വൈബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് നമ്മുടെ ടെസ്റ്റ് ട്യൂബിനുണ്ടെങ്കിൽ അവിടെ ESRനെ കുറയ്ക്കും. ഓക്കെ, വൈബ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ ESR കുറക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ESRൻ്റെ കേസിൽ പറയാനുള്ളത്. സോ താങ്ക് യു.